ജീവിതത്തിൽ ഏറ്റവും അധികം എന്തിനു വേണ്ടി ആഗ്രഹിക്കണം, കൊതിക്കണം എന്ന് എന്നോടൊരു വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ വ്യക്തിയോട് സ്നേഹത്തോടെ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി കൊതിക്കണം. ഞാൻ എന്താണ് പ്രാർത്ഥനയിൽ എൻ്റെ ദൈവത്തോട് ചോദിക്കേണ്ടത് എന്ന് എന്നോടൊരു വ്യക്തി ചോദിച്ചാൽ ഞാൻ ആ മനുഷ്യനോട് സ്നേഹത്തോടെ പറയും, നിങ്ങൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് ആദ്യം ചോദിക്കേണ്ടത് പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകമാണ്. ഞാൻ പറഞ്ഞ ഈ രണ്ട് കാര്യവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് പ്രാർത്ഥനയിൽ സമയം ചെലവിടുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും. എന്റെ ശുശ്രൂഷ കാലയളവിൽ ഞാൻ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ്, ബ്രദർ, എനിക്ക് പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ പണ്ട് മണിക്കൂറുകളോളം സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ചില ദിവസങ്ങൾ മാറ്റിവെക്കുകയും എൻ്റെ ജോലിയിൽ നിന്ന് വരെ ഞാൻ അവധിയെടുത്തിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്ന എനിക്ക് ഇന്ന് കേവലം ഒരു 10-15 മിനിറ്റോ പോലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ബ്രദർ. എനിക്ക് പഴയ ഒരു കാലം, പ്രാർത്ഥനയുടെ ഒരു കാലം, ഒരു അഭിഷേകം എനിക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന വിഷയം. ദൈവമക്കളെ, നിങ്ങളിൽ എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു വിഷയത്തിന്റെ വേദനയും ആഴവും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആരാണ് ഏറ്റവും അധികം ഈ ഒരു വിഷയത്തിൽ വേദനിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയാത്തവരും ഒത്തിരി മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ട് പിന്നത്തേതിൽ പ്രാർത്ഥന കെട്ടപ്പെട്ടു പോയതും ആകുന്ന വ്യക്തിത്വങ്ങളാണ് ഇത്തരത്തിലുള്ള വേദന. ഞാൻ ഇങ്ങനെ പറയും, മരണവേദന. എന്റെ ജീവിതത്തിൽ ഞാൻ ഈ വേദന അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു വ്യക്തി ഇതേ വിഷയം എന്നോട് വേദനയോടെ സംസാരിക്കുമ്പോൾ എനിക്ക് അവരുടെ ഉള്ളിലെ വേദന മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു കാലത്ത് പ്രാർത്ഥന കെട്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ ഞാൻ ഇന്ന് അതിനെ ജയിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് മാന്യ സുഹൃത്ത്, ഈ സന്ദേശം വളരെ പ്രതീക്ഷയോടെ കേൾക്കുന്നത് പോലെ ഒത്തിരി സഹോദരങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനകരമാകാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ ഇപ്പോൾ ഈ യൂട്യൂബിൽ കേൾക്കുമ്പോൾ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് കഴിയുന്നവർക്ക് ഈ സന്ദേശം ഒന്ന് പങ്കുവെക്കണമേ. ഒത്തിരി ദൈർഘ്യമില്ലാതെ വളരെ ചെറിയൊരു സന്ദേശമാക്കി ഞാൻ ഈ സന്ദേശത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു 20 മിനിറ്റിന് താഴെയുള്ള ഈ സന്ദേശം നിങ്ങൾക്ക് കഴിയുന്നത്രയും സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്തു കൊടുത്ത് ഈ ശുശ്രൂഷയെ ദയവായി നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ. പ്രാർത്ഥനയുടെ അഭിഷേകം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കും. അഭിഷേകത്തിന് വ്യത്യസ്തമാകുന്ന തലങ്ങളുണ്ട്. അഭിഷേകം ഒരു ദൈവ മനുഷ്യന്, ഒരു ദൈവ പൈതലിന് വളരെ അത്യാവശ്യമാണ്. പല തരത്തിലുള്ള അഭിഷേകങ്ങളെ നമുക്ക് പഴയ നിയമത്തിൽ കാണാനും പഠിക്കാനും സാധിക്കും. എന്നാൽ നമ്മൾ ഇന്ന് പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം എന്ന ഒരു സബ്ജക്റ്റ് മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഭിഷേകം വ്യത്യസ്തമാകുന്ന തരത്തിൽ ഉണ്ട്. അഭിഷേകം ഇല്ലാതെ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ല. ഈവൻ നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ സഹായം ചെയ്യുന്ന ഒരു വരം, നന്മ ചെയ്യാനുള്ള ഒരു വരം. ഞാനിങ്ങനെ പറയുന്നു, ഒരു അഭിഷേകമില്ലാതെ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതുപോലെ അഭിഷേകമില്ലാതെ ഒരു വ്യക്തിക്ക് ഒരു രോഗിയെ സൗഖ്യമാക്കാൻ കഴിയാത്തതുപോലെ അഭിഷേകമില്ലാതെ ശത്രുവിന്റെ പദ്ധതികളെ തകർക്കാൻ കഴിയാത്തതുപോലെ അഭിഷേകമില്ലാതെ ഒരു വ്യക്തിക്ക് നന്മ ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ നന്മ ചെയ്യുക എന്നുള്ളതും ഒരു അഭിഷേകമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. പ്രാർത്ഥനയുടെ അഭിഷേകം. ഒരു വ്യക്തി ഇവിടെ യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനാൽ പ്രാപിച്ച അഭിഷേകം. എങ്ങനെയാണ് അവനാൽ ഒരു അഭിഷേകം പ്രാപിക്കുന്നത്? ആരാണ് ഈ അവൻ? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു നിമിത്തം, ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ അഭിഷേകം പ്രാപിക്കണമെന്ന് പറയുമ്പോൾ ഈ പ്രാപിച്ച അഭിഷേകം എന്ന വാക്കിനും പ്രാപിച്ച വ്യക്തിക്കും ഇടയിൽ
ഒരു സ്ഥലമുണ്ട്, ഒരു സമയമുണ്ട്. ഒന്നുകൂടെ പറയാം. അവനാൽ പ്രാപിച്ച അഭിഷേകം എന്ന് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ, അവനാൽ പ്രാപിച്ച അഭിഷേകം എന്ന വാക്കിനും ഈ അഭിഷേകം പ്രാപിച്ച വ്യക്തിക്കും ഇടയിൽ ഉള്ള ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഈ ടൈം ഗ്യാപ്പിന്റെ ഇട ഫില്ല് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ, ഈ അഭിഷേകം പ്രാപിച്ച മനുഷ്യനാണ്. ഈ അഭിഷേകം ഈ മനുഷ്യന്റെ മേൽ ആദ്യമില്ലായിരുന്നു. ആമേൻ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ തന്നെ ആ ഒരു വ്യക്തിയായി സങ്കല്പിച്ചാൽ, നിങ്ങൾ എന്ന വ്യക്തി ഒരു അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്ന വ്യക്തി പ്രാപിച്ച അഭിഷേകത്തിനും നിങ്ങൾക്കും മധ്യത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു സമയമുണ്ടായിരുന്നു. ആ സമയം നിങ്ങൾ അഭിഷേകം പകരുവാൻ ശക്തനായവനുമായി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തതിന്റെ അനന്തര ഫലമാണ് ഇന്ന് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്, അഭിഷേകം ഇല്ലാത്ത ഒരു വ്യക്തി ഈ സന്ദേശം കേൾക്കുന്നില്ല. അഭിഷേകം പ്രാപിക്കാത്ത ഒരു വ്യക്തി ഈ സന്ദേശം കേൾക്കുന്നില്ല. അഭിഷേകം പ്രാപിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ഈ സന്ദേശം കേൾക്കുന്നില്ല. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളിൽ തിരിച്ചറിയുന്ന ഒരു ദൈവ സാന്നിധ്യം, നിങ്ങൾ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുകയാണ്, നിങ്ങളുടെ മേൽ ഒരഭിഷേകം ദൈവാത്മാവ് പകർന്നിരിക്കുന്നു. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നത്? എപ്പോഴാണ് ഒരു വ്യക്തിയുടെ മേൽ ദൈവം അഭിഷേകം പകരാൻ തയ്യാറാകുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, ഒരു പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയും പകരാൻ കഴിയുന്നവനും തമ്മിലുള്ള ഒരു ബന്ധത്തിലൂടെ അഭിഷേകം നമ്മുടെ മേൽ പകരുന്നു. ദൈവം ആദ്യം ഒരു വ്യക്തിയുടെ മേൽ പകരുന്നത് ദൈവവുമായി ബന്ധപ്പെടാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരഭിഷേകമാണ്, ഒരു പ്രയർ അനോയിന്റിംഗ് ആണ്, പ്രാർത്ഥനയുടെ ഒരു അഭിഷേകമാണ്. ആരെങ്കിലും പ്രാർത്ഥനയിൽ വ്യതിചലിച്ചു പോകുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ ആമേൻ വിട്ട് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ സന്ദേശം തീരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. ആ നിങ്ങളുടെ മേലൊരു അഭിഷേകം പകരാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. എന്ത് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ യേശുവിലേക്ക് ഒന്ന് നോക്കിക്കേ. യേശുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ഭയങ്കര സയൻസ് ആൻഡ് വണ്ടേഴ്സ് ചെയ്തൊരു വ്യക്തിയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ യേശുവിന്റെ പ്രവൃത്തി ചെയ്യുന്നതിന്റെ തലേ ദിവസം നാം നോക്കിക്കഴിഞ്ഞാൽ, ഒന്നും കൂടെ, യേശു ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ തലേ ദിവസം നോക്കിക്കഴിഞ്ഞാൽ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അവൻ പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി പ്രാർത്ഥിക്കുവാൻ സമയം ചെലവിട്ടു. പതിവ് പോലെ. അപ്പൊ റെഗുലറായി ദൈവസന്നിധിയിൽ, പതിവായി ദൈവസന്നിധിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയിലാണ് അഭിഷേകത്തിന്റെ തലങ്ങൾ വർദ്ധിക്കുന്നത്. ഓ ഹല്ലേലൂയ. പതിവായി ദൈവസന്നിധിയിൽ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളൊരു ബിസിനസ് മാൻ ആയിരിക്കും, നിങ്ങളൊരു സെയിൽസ് മാൻ ആയിരിക്കും, നിങ്ങളൊരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന വ്യക്തിയായിരിക്കും, നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ 10, 11, 12 മണിക്കൂറുള്ള ജോലിക്ക് ശേഷം നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും, അറ്റ്ലീസ്റ്റ് ആണ് ഞാൻ പറയുന്നത്, അരമണിക്കൂറെങ്കിലും നിങ്ങൾ ദൈവ സന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളുകൾ ചിലത് കഴിയുമ്പോൾ അഭിഷേകത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. എനിക്ക് പോൾ യോങ്കിച്ചോയെ കുറിച്ച് പറയണമെന്നുണ്ട്, പക്ഷെ ഇതൊരു ചെറു സന്ദേശമായതുകൊണ്ട് എനിക്ക് ആ പ്രാർത്ഥന മനുഷ്യനെ കുറിച്ച് പറയാനുള്ള സമയം പോരാ. ഞാൻ അടുത്ത ഒരു ദീർഘമായ ഒരു സന്ദേശത്തിൽ അത് ഉൾപ്പെടുത്താമെന്ന് കരുതുന്നു. സോ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, ആമേൻ, നിങ്ങൾക്ക് വീട് വെക്കാൻ ആഗ്രഹം കാണാം, കാർ വാങ്ങാൻ ആഗ്രഹം കാണാം, മക്കളുടെ വിവാഹം നടത്താൻ ആഗ്രഹം കാണാം, ജോലി നേടാൻ ആഗ്രഹം കാണാം, പല തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാം. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്നോട് ഒരു വ്യക്തി ഇതൊക്കെ നേടാൻ ഞാൻ എന്ത് ചെയ്യണം ബ്രദർ എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പ്രയറിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷ്പ്രയാസം സ്വന്തമാക്കുവാൻ, ചെയ്തെടുക്കുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ പ്രതികരിച്ച് ഞാൻ പറയുന്നതിന്റെ ആഴം മനസ്സിലാക്കുന്നു എന്നൊന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട്, പരിശുദ്ധാത്മാവ് ഇത് എന്നോടാണ് ഇത് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നവർ അങ്ങനെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, പരിശുദ്ധാത്മാവ് ഇത് എന്നോടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് മറ്റൊരു വഴി പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ.
അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാൻ ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു. ആരിൽ നിന്നും അഭിഷേകം നഷ്ടപ്പെടുന്നില്ല, ആരിൽ നിന്നും അഭിഷേകം നഷ്ടപ്പെടുന്നില്ല. പക്ഷേ അഭിഷേകം എന്ന് പറയുന്നത് വ്യാപരിക്കുന്ന ഒന്നാണ്. അഭിഷേകത്തിന് ഒരു അതോറിറ്റി ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടമാകുമ്പോൾ, ഒരു മനുഷ്യന്റെ ലൈഫിൽ അഭിഷേകത്തിന് പ്രവർത്തിക്കാനുള്ള ചുറ്റുപാടില്ലാതിരിക്കുമ്പോൾ, ആ മനുഷ്യൻ അല്ലെങ്കിൽ അത് പ്രാപിച്ച മനുഷ്യൻ അഭിഷേകത്തെ വ്യാപരിപ്പിക്കാനുള്ള ചുറ്റുപാട് നഷ്ടമാക്കുകയാണെങ്കിൽ ആ അഭിഷേകത്തിന്റെ പ്രവാഹം കുറയും. ആ അഭിഷേകം വ്യാപരിക്കുന്നത് കുറയുന്നു. അതവിടെ തണുത്തുറഞ്ഞൊരവസ്ഥയിലായി പോകുന്നു. അഭിഷേകം നഷ്ടപ്പെടുന്നില്ല, പക്ഷേ അഭിഷേകത്തിന്റെ പ്രവാഹം നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന്റെ പ്രവാഹം എന്ന് പറയുമ്പോൾ പത്രോസ് നടന്ന സമയം നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി എന്ന് പറയുന്നു. പത്രോസ് ആരുടെ മേൽ കൈവച്ചപ്പോ മാത്രമല്ല, നിഴലിൽ തട്ടി രോഗികൾ സൗഖ്യമായി. അതൊരു അഭിഷേകത്തിന്റെ പ്രവാഹത്തെയാണ് കാണിക്കുന്നത്. ഒരു അഭിഷേകം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ആ വ്യക്തിയുടെ നിഴലിലേക്കും കൂടെ ചലിക്കുന്നതാണ്, നിഴലിലേക്കും കൂടെ വ്യാപരിക്കുന്നതാണ്, നിഴലിൽ നിന്ന് പുറത്തേക്ക് വീണ്ടും വ്യാപരിക്കുന്നതാണ്. അപ്പൊ അഭിഷേകത്തിന്റെ പ്രവാഹം ഒരു വ്യക്തിയിൽ നഷ്ടപ്പെടുമ്പോഴാണ് എന്നെ ദൈവത്തിന് വേണ്ടെന്നും നമ്മുടെ ഒന്നും മേൽ ദൈവ അഭിഷേകം പകരത്തില്ല എന്നും നമ്മളെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ലെന്നും ഒക്കെ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനും വിധിക്കാനും ദൈവത്തോട് വെറുവെറുക്കാനും ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ അഭിഷേകം നമ്മുടെ മേലിരിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, കർത്താവ് നിങ്ങളോടായി പറയുന്നത്, നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ട്. നിങ്ങൾ ഭയങ്കരമായി പ്രാർത്ഥിച്ചു പോരാടുന്ന വ്യക്തിയൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ട്. അഭിഷേകത്തിന്റെ പ്രത്യേകത എന്താണ്? ആ അഭിഷേകത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവികമാകുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള താല്പര്യം. നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിച്ച് കാണത്തില്ല, ഒരു രോഗിയെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി കാണത്തില്ല, നിങ്ങൾ പ്രവചിച്ച് കാണത്തില്ല, ഒന്നും കാണത്തില്ല. പക്ഷേ അഭിഷേകത്തിന്റെ പല പ്രത്യേകതകളിൽ ഒന്നാണ് ദൈവികമാകുന്ന കാര്യങ്ങൾക്ക് സമയം ചെലവിടുക, ദൈവകാര്യങ്ങൾക്ക് ചുമൽ കൊടുക്കുക, ദൈവത്തെ കുറിച്ച് കേൾക്കുക എന്നുള്ളത്. അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ട്. മുമ്പോട്ടൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യോഹന്നാൻ പറയാണ്, ആ അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, അത് സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. അവനിൽ വസിപ്പീൻ. അഭിഷേകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ വസിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഒരു ദിവസം പോലും നമുക്ക് കർത്താവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരിക്കാൻ കഴിയത്തില്ലെന്നുള്ള ഒരു നിർബന്ധം പ്രയർ അനോയിന്റിംഗ് ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിച്ചാൽ ഉണ്ടായി വരും. പ്രാർത്ഥനയുടെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിച്ചാൽ ഉണ്ടായി വരും. നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ? ഇതാരാണ് ഏറ്റവും കൂടുതൽ ഈ സന്ദേശത്തിൽ സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾ, ഇപ്പോൾ അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നവർ, ഇത് അനുഭവിക്കാൻ കൊതിക്കുന്നവർ, ഇവരായിരിക്കും ഈ സന്തോഷത്തിൽ ഏറ്റവും കൂടുതൽ ഈ സന്ദേശത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. ഞാൻ ഈ മെസ്സേജ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു വാക്കും കൂടെ പറഞ്ഞതിന് ശേഷം, നിങ്ങൾക്ക് ഒരു ദൈവശബ്ദം കേൾക്കണമെങ്കിൽ, നിങ്ങളിപ്പോ ഒരു കാര്യത്തിനകത്തൊരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രവാചകൻ നിങ്ങളോട് സംസാരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, ഒരു പ്രൊഫസി പറഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, എന്റെ ഭാവിയെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഈ വായിച്ച വചനത്തിനകത്ത് അതിന് ഉത്തരവുണ്ട്. എന്താണ്? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എന്നും ആ അഭിഷേകം നിങ്ങളോട് ഉപദേശിക്കുന്നുവെന്നും. അങ്ങനെയല്ലേ പറയുന്നത്? അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. ഇവിടെയാണ് പോരാട്ടം ഒരു ദൈവവൈതൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. എന്ത് പോരാട്ടാന്നറിയാവോ? ഈ അഭിഷേകത്തിൽ നിങ്ങൾ വസിക്കരുത്, ഈ അഭിഷേകം നിങ്ങൾ അറിയരുത്, ഈ അഭിഷേകം നിങ്ങൾ യൂസ് ചെയ്യരുത്. പകരം നിങ്ങൾക്കൊന്നും ഇല്ലാന്നും നിങ്ങളൊന്നും അല്ലാന്നും
നിങ്ങൾക്കൊന്നും ആകാൻ പറ്റത്തില്ലെന്നും നിങ്ങളെ ദൈവത്തിന് പോലും വേണ്ടെന്നും ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ ഞാൻ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുവോ എന്നും ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ ഞാൻ ഒരു തെറ്റ് ആവർത്തിച്ച് ചെയ്യുവോ എന്നും ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ എന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണോ മറുപടി എനിക്ക് തരുന്നത് എന്നും ഒക്കെ നമ്മളെ കൊണ്ട് ചോദിപ്പിച്ച് നമ്മുടെ അഭിഷേകത്തെ പോലും നമ്മൾ സംശയിച്ച് നമ്മൾ പറയുന്ന അന്യഭാഷ പോലും സത്യമാണോ എന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അന്യഭാഷ പോലും ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ ഭാഷയും തന്നെയാണോ എന്ന് സംശയിപ്പിച്ച് നമ്മളെ സാത്താന്റെ കെണിയിൽ പെടുത്തുന്ന അവന്റെ ഉപായത്തെ നശിപ്പിക്കണമെങ്കിൽ പോലും എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, നിങ്ങൾക്ക് ഒരഭിഷേകം വേണം. സോ നിങ്ങൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പിതാവേ, എന്റെ മേലൊരു പുതിയ അഭിഷേകം, ഒരു പ്രയർ അനോയിന്റിങ് എന്റെ മേൽ പകരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അങ്ങനെ ഒരു അഭിഷേകം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ആരും ഉപദേശിക്കാൻ ആവശ്യമില്ല, നിങ്ങളെ ആരും തെറ്റിച്ച് കളയത്തില്ല, നിങ്ങളുടെ അരികിലേക്ക് പിശാച് വരത്തില്ല. അവൻ വരുന്നത് പോലും നിങ്ങൾ സെൻസ് ചെയ്ത് പ്രാർത്ഥനയിൽ വേലി കെട്ടും. അവൻ വരുന്നത് പോലും നിങ്ങളുടെ സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കും. അവന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് ദൈവം നിങ്ങളെ പ്രാർത്ഥനയിൽ അറിയിക്കും. ആ നിലയിൽ നിങ്ങൾക്ക് ജയത്തോടെ മുൻപോട്ട് പോകാൻ കഴിയും. ആമേൻ. എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു വരം എനിക്ക് വേണം ബ്രദറെ, അങ്ങനെ ഒരു അഭിഷേകം എനിക്ക് വേണം ബ്രദറെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഓ ഹല്ലേലൂയ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുവാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. പ്രാർത്ഥനയിൽ മടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം എന്നോട് കൂടെ. പ്രാർത്ഥനയിൽ ഒരു പുതിയ അഭിഷേകം വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം എന്റെ കൂടെ. ആമേൻ. അതുപോലെ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ, ഇതുപോലുള്ള ചെറു സന്ദേശങ്ങളാണെങ്കിലും ആമേൻ ദൈർഘ്യമുള്ള സന്ദേശങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ പ്രയോജനപ്പെടും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ വലിയ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുക. ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ രോഗികളെ സൗഖ്യമാക്കാനുള്ളവരുണ്ട്. ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഭൂതങ്ങളെ ഡീൽ ചെയ്യാനുള്ളവരുണ്ട്. ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനുള്ളവരുണ്ട്. ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പ്രവാചകന്മാരുണ്ട്, പ്രവാചകിമാരുണ്ട്. ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ദൈവം അതിശക്തമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ പിശാച് അതൊക്കെ കണ്ട് കെട്ടിയതുപോലെ കണ്ട് നേരത്തെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലും ചെറിയ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുവാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, യേശു കർത്താവ് മിറാക്കിൾസ് ചെയ്യുന്നതിന്, രോഗിയെ സൗഖ്യമാക്കുന്നതിന്, ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് തലേ ദിവസവും രാവിലെയും കർത്താവിന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. കർത്താവിന്റെ പ്രയറിലാണ് പലതും പരിശുദ്ധാത്മാവ് ചെയ്തതെന്നതുപോലെ ഞാൻ ആത്മാവിൽ പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു പ്രയർ അനോയിന്റിങ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കും. പല അപൂർണതകൾ പൂർത്തീകരിക്കപ്പെടാൻ പോകുവാണ്. പലതും വഴിമധ്യേ മുടങ്ങി നിൽക്കുന്ന ഒരവസ്ഥ കർത്താവ് റിലീസ് ചെയ്യാൻ പോവാണ്. കമോൺ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവർ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ. ഓ ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞാൻ ദൈവസന്നിധിയിൽ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഇവർ ദൈവത്തോട് അടുത്തു വരാൻ ആഗ്രഹിക്കുന്നവരാകയാൽ ഞാൻ ഇവരുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു. ഇവരുടെ മേൽ നഷ്ടപ്പെട്ടു പോയ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ, ഇവർക്ക് ഉറഞ്ഞിരിക്കുന്ന അഭിഷേകം ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് റിലീസായി തുടങ്ങട്ടെ, ചലിച്ചു തുടങ്ങട്ടെ. ആരെങ്കിലും അഭിഷേകത്തെ ഉപേക്ഷയായി വിചാരിച്ചവരുണ്ടെങ്കിൽ അതിനെല്ലാം വില കൊടുക്കുന്നവരായി ഇവർ മാറട്ടെ. എനിക്കൊരു പ്രാർത്ഥനയുടെ അഭിഷേകം വേണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഈ സെക്കൻഡിൽ ആ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഞാനത് ഇവരുടെ മേൽ റിലീസ് ചെയ്യുകയാണ്. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഞാൻ ഇവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. മറക്കണ്ട, എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് ഞങ്ങൾക്ക് ഈ ചാനലിൽ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണിക്ക് ഞങ്ങൾക്ക് ഈവനിംഗ് മീറ്റിംഗ് ഉണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കാവുന്നതാണ്. ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി. ആമേൻ.